ISM-ന്റെ പ്രൊഫഷണൽസിന് വേണ്ടി നടത്തി വരാറുള്ള ISM ഇൻസ്പയർ എന്ന ഒരു ടീം അതിൻ്റെ രണ്ടാമത്തെ ഗെറ്റ് ടുഗദർ നടക്കുകയാണ് ഒക്ടോബർ 12 കോഴിക്കോട് ക്യാപ്കോൺ സിറ്റിയിൽ വെച്ചിട്ട്. പ്രൊഫക്സൽ 2.0 അതോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട ഒരു വെബിനാറാണ് ഇന്ന് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. ദ ഖുർആൻ ബിയോണ്ട് സയൻസ് ബിഫോർ സയൻസ് എന്ന തലക്കെട്ടാണ് ഇന്നത്തെ ഈ ചർച്ചക്ക് നൽകിയിട്ടുള്ളത്. സയൻസ് നമുക്കറിയാം ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള, പദാർത്ഥ ലോകത്തെക്കുറിച്ചുള്ള പഠനമാണ്. സയൻസിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ചകൾ ശാസ്ത്ര ദർശന രംഗത്ത് സജീവമാണ്. ഈ ചർച്ചകളിൽ സയൻസാണെല്ലാം, സയൻസിനപ്പുറത്തുള്ള ഒന്നും സ്വീകാര്യമല്ല എന്ന വാദം സയന്റിസം എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ശാസ്ത്ര ദർശന രംഗത്ത് തന്നെ സയന്റിസത്തിന് അതിന് കാര്യമായ വക്താക്കളൊന്നുമില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സയന്റിസത്തിന്റെ വക്താക്കൾ പലപ്പോഴും ശാസ്ത്രത്തെക്കുറിച്ച് വിവരമൊന്നുമില്ലാത്ത, സയൻസിനെ കുറിച്ച് ബോധ്യമില്ലാത്ത, പലപ്പോഴും സയൻസിനെ തങ്ങളുടെ പ്രത്യയശാസ്ത്ര താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നാസ്തികരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളാണ്. വളരെ മുമ്പ് തന്നെ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ് പീറ്റർ മെഡവറിന്റെ ദ ലിമിറ്റ്സ് ഓഫ് സയൻസ് എന്ന പുസ്തകം. പീറ്റർ മെഡവർ ശാസ്ത്രജ്ഞനാണ്, ശാസ്ത്ര ദാർശനികനാണ്, ഭൗതികവാദിയാണ്. പക്ഷെ അദ്ദേഹം ശാസ്ത്രം മാത്രമേ വിജ്ഞാനത്തിന് ഉതകൂ എന്ന വാദത്തെ പിന്തുടരുന്നില്ല. ശാസ്ത്രത്തിനപ്പുറത്തും അറിവുണ്ടാകാമെന്നും നമ്മുടെ പല ആത്യന്തികമായ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ശാസ്ത്രത്തിന് കഴിയില്ല എന്നുമെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തന്റെ പുസ്തകത്തിൽ തൻ്റെതായ വീക്ഷണങ്ങളെ സമർത്ഥിക്കുന്നത്. മലയാളത്തിലെ ശ്രദ്ധേയനായ ശാസ്ത്ര പ്രഭാഷകൻ, നാസ്തികനാണ്. നാസ്തിക വേദികളിലെ സ്ഥിര സാന്നിധ്യമായിരുന്ന വ്യക്തിത്വം വൈശാഖൻ തമ്പി. അദ്ദേഹത്തോട് ഈ വിഷയകമായ ഒരു പ്രഭാഷണം തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ശാസ്ത്രമല്ലാത്തതൊന്നും അറിവായിട്ടില്ലേ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി ശാസ്ത്രത്തിനപ്പുറത്തും കുറെ അറിവുകൾ ഉണ്ട് എന്നാണ്. അഥവാ സയൻസിന്റെ മെത്തഡോളജിക്ക് പുറത്തേക്കും അറിവുണ്ട് എന്ന് പറയുമ്പോഴും അവരൊന്നും തന്നെ ശാസ്ത്രത്തിനപ്പുറത്തുള്ള അറിവ് എന്നുള്ള നിലക്ക് മതവിശ്വാസികൾ മനസ്സിലാക്കുന്ന അറിവിനെ അംഗീകരിക്കുന്നു എന്നതിനർത്ഥമല്ല. മറിച്ച് ശാസ്ത്രത്തിന്റെ പരിമിതിയെ അവർക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് ഞാൻ അർത്ഥമാക്കുന്നത്. ശാസ്ത്രത്തിന് പരിമിതിയുണ്ട് എന്ന് പറയുന്ന
പീറ്റർ മടവർ തന്റെ പുസ്തകത്തിൽ ആത്യന്തികമായ മനുഷ്യ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സയൻസിന് നൽകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞു പോകുന്നത്. അത് ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഒരുപാട് ചോദ്യങ്ങളെ എണ്ണിപ്പോകുന്നുണ്ട്. അതെല്ലാം മനുഷ്യന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. മനുഷ്യന് ഉത്തരം ആവശ്യമുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. പക്ഷേ അവക്കൊന്നും കൃത്യമായ ഉത്തരം നൽകാൻ സയൻസിന് കഴിയുന്നില്ല. അദ്ദേഹം തന്നെ സൂചിപ്പിച്ച ചോദ്യങ്ങളെയെല്ലാം മാറ്റിക്കുറുക്കിയെടുത്താൽ അവയെ മൂന്നാക്കി തിരിക്കാം എന്നാണ് തോന്നുന്നത്. എല്ലാറ്റിനെയും മനുഷ്യനുമായി ബന്ധപ്പെടുത്തുകയാണെങ്കിൽ, ഒന്ന്, ഞാൻ എവിടെ നിന്നാണ് വന്നത് എന്ന ചോദ്യമാണ്. രണ്ടാമത്തേത്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യമാണ്. മൂന്നാമത്തേത്, ആ പോകുന്ന സ്ഥലത്ത് എത്താൻ ഞാൻ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ്. ഈ മൂന്ന് ചോദ്യങ്ങളെ സയൻസിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നവയല്ല. അപ്പോൾ ഈ ചോദ്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ അറിവുകൾ ലഭിക്കുക? മതം പറയും, നമ്മളെ ഇവിടേക്ക് പറഞ്ഞയച്ച, നമ്മളെ ഇങ്ങോട്ട് ആരാണോ പറഞ്ഞയച്ചത്, നമ്മൾ ആരുടെ അടുത്തേക്കാണോ നമ്മുടെ പരിമിതമായ ജീവിതം കഴിഞ്ഞ് പോകാൻ പോകുന്നത്, അവൻ തന്നെയാണ് മനുഷ്യർക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകേണ്ടത് എന്നും അങ്ങനെ നൽകി പോന്നിട്ടുണ്ട് എന്നുമാണ്. ഈ നൽകുന്ന മനുഷ്യർക്ക് സർവേശ്വരനായ പടച്ചവൻ നൽകുന്ന, നമ്മുടെ ആത്യന്തികമായ ചോദ്യങ്ങൾക്ക് നൽകുന്ന ഉത്തരങ്ങളുടെ രൂപത്തെക്കുറിച്ചാണ്, ആ ഉത്തരങ്ങൾ എങ്ങനെയാണ് മനുഷ്യർക്ക് ലഭിക്കുന്നത് എന്നാണ് മതം പറയുന്നത് ദൈവിക ബോധനം വഴിയാണ്. അറബി ഭാഷയിൽ ദൈവിക ബോധനത്തിന് പറയുന്ന പേര് വഹ്യി എന്നാണ്. മനുഷ്യർക്ക് മാർഗദർശനം നൽകുന്നവനായി പടച്ചവനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഖുർആൻ. മനുഷ്യർക്ക് മാത്രമല്ല, ജീവജാലങ്ങൾക്കെല്ലാം മാർഗദർശനം നൽകുന്നവനായിട്ടാണ് പടച്ചവനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഖുർആൻ സൂറത്തുൽ അഅലയിലെ ആദ്യത്തെ വചനങ്ങളിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ, സൃഷ്ടാവ്, ആ സൃഷ്ടാവായ പടച്ചവൻ തന്നെയാണ് എല്ലാം നിശ്ചയിക്കുകയും എല്ലാറ്റിനും വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫറോവ ചോദിച്ച ചോദ്യം ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ആരാണ് നിന്റെ റബ്ബ്, ആരാണ് നിന്റെ രക്ഷിതാവ്? അതിന് അദ്ദേഹം നൽകുന്ന മറുപടി റബ്ബുനല്ലദീ ആതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ എന്ന്. എല്ലാറ്റിനെയും സൃഷ്ടിച്ച് അവക്ക് പ്രകൃതം നൽകി അവയെ വഴി നടത്തുന്നവൻ, അവക്ക് ഹിദായത്ത് നൽകുന്നവൻ. ആ ഹിദായത്ത് നൽകുന്നവനായിട്ടാണ് പടച്ചവനെ പരിചയപ്പെടുത്തുന്നത്. പടച്ചവൻ ഒരുപാട് പേരുകളുണ്ട് നമുക്കറിയാം. ആ പേരുകളെല്ലാം അവന്റെ ഗുണവിശേഷണങ്ങളെ കുറിക്കുന്നവയാണ്. മനുഷ്യൻ എന്ന ജീവി എന്നുള്ള നിലക്ക് ആ പേരുകളിൽ പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു സംഗതി റബ്ബ് എന്ന പേരാണ്.
അല്ലെങ്കിൽ റബ്ബ് എന്ന പടച്ചവന്റെ സവിശേഷതയാണ്. റബ്ബുൽ ആലമീനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത്. ഓരോ ദിവസവും മുസ്ലിം ആവർത്തിച്ച് ചൊല്ലുന്ന ഫാത്തിഹയിൽ റബ്ബുൽ ആലമീനാണ് ആദ്യമായി കടന്നു വരുന്നത്. അപ്പൊ റബ്ബ്, ആ റബ്ബിനെ പരിചയപ്പെടുത്തിയപ്പോഴാണ് റബ്ബുനല്ലദീ ആതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ എന്ന് പറഞ്ഞത്. നമ്മുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും അവയുടെ പ്രകൃതം നൽകി, അവന്റെ സൃഷ്ടികൾക്കെല്ലാം പ്രകൃതം നൽകി അവയെ ഹിദായത്തിലേക്ക് നയിച്ചവനാണ്. ഞാൻ ഫാത്തിഹയെ കുറിച്ച് പറഞ്ഞു. ഫാത്തിഹയിൽ പടച്ചവനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പടച്ചവനുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ഗുണവിശേഷണങ്ങളെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം പടച്ചവനും മനുഷ്യനും തമ്മിലുണ്ടാകേണ്ട അടിസ്ഥാന ബാധ്യതയുടെ നിർവഹണത്തെക്കുറിച്ച് പ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നതാണ് പ്രതിജ്ഞ. നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് സഹായം തേടുന്നത്. ഈ പ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം പടച്ചവനോട് ആവശ്യപ്പെടുന്നത് ഹിദായത്താണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നീ ഹിദായത്ത് നൽകണമേ. ഈ ഹിദായത്ത് മനുഷ്യർക്ക് മാത്രമല്ല ഉള്ളത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എല്ലാ സൃഷ്ടികളിലുമുണ്ട് ആ ഹിദായത്ത്. ആ ഹിദായത്ത് നൽകുന്ന സൃഷ്ടികൾക്ക് നൽകുന്ന പ്രോസസ്സ്, ആ പ്രോസസ്സിനെയും ഖുർആൻ വളരെ കൃത്യമായി പറയേണ്ടി വന്നപ്പോൾ ഖുർആൻ പറഞ്ഞത് അവക്ക് ബോധനം നൽകി, അവക്ക് വഹി നൽകിനാണ്. ഖുർആനിലെ അത്ഭുതകരമായ ഒരുപാട് പരാമർശങ്ങളിൽ ഒന്നാണ് ജീവികൾക്ക് പടച്ചവൻ നൽകിയ വഹിയുമായി ബന്ധപ്പെട്ട പരാമർശം. അപ്പൊ നമുക്കറിയാം, ഖുർആനിൽ വളരെ നിസ്സാരമായ ജീവികളെ കുറിച്ചുള്ള ഒരുപാട് പരാമർശങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ തീരെ നിസ്സാരമായി പരിഗണിക്കുന്ന പ്രാണികളെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഖുർആനിൽ, അങ്ങനെ ഇൻസെക്ട്സ് അല്ല നമ്മൾ വിളിക്കുന്ന പ്രാണികളിൽ ഖുർആനിൽ 7 പ്രാണികളെ കുറിച്ചാണ് പരാമർശിച്ചു പോയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പ്രാണികളെ കുറിച്ചുള്ള പഠനത്തെ കുറിച്ചാണല്ലോ എൻഡമോളജി എന്ന് പറയാം. എൻഡമോളജിയുടെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ഖുർആൻ നോക്കുമ്പോൾ ഖുർആനിൽ ആദ്യം പരാമർശിച്ചിട്ടുള്ളത് ബഊദത്ത് അഥവാ കൊതുകിനെ കുറിച്ചാണ്, സൂറത്തുൽ ബഖറയിൽ തന്നെ. പിന്നെ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഈച്ചയെ കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. അതേപോലെ 7 ഞാൻ സൂചിപ്പിച്ചല്ലോ, മനുഷ്യ ശരീരത്തിലെ പേനടക്കമുള്ള ഈ പ്രാണികളെ കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. ഇതിൽ ഖുർആനിലെ 3 സൂറത്തുകളുടെ ആകെ 114 സൂറത്താണ് ഖുർആനിലുള്ളത്. അതിൽ 3 സൂറത്തുകളുടെ പേര് തന്നെ പ്രാണികളുടെ പേരാണ്. സൂറത്തുൻ നഹ്ല്, സൂറത്തുൻ നംല്, സൂറത്ത് അൻകബൂത്ത്. 16-ാമത്തെ അധ്യായം, 27-ാമത്തെ അധ്യായം, 29-ാമത്തെ അധ്യായം. ഈ പ്രാണികളെ കുറിച്ച് പറയുമ്പോൾ അവിടെയെല്ലാം നമ്മൾ കാണുക ഈ സൂറത്തിൽ പറഞ്ഞിട്ടുള്ള പ്രാണികൾ ആ 1-2 ആയത്തുകളിലായിരിക്കും ഈ പ്രാണികളെ കുറിച്ചുള്ള പരാമർശം ഉണ്ടാവുക. പക്ഷെ ആ പരാമർശം ആ പ്രാണികൾക്ക് പടച്ചവൻ നൽകിയ ഹിദായത്തുമായി ബന്ധപ്പെട്ട
പരാമർശങ്ങളായിരിക്കും എന്നുള്ളതാണ്. അത് നമ്മൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഇപ്പൊ നമ്മള് ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹ്ൽ എടുക്കുക. സൂറത്തുൻ നഹ്ലിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഖുർആനിൽ പറയുന്നത് തേനീച്ചയെ കുറിച്ചാണ്. ആ തേനീച്ചയെ കുറിച്ച് ആകെ 2 ആയത്തുകളിലാണ് ഈ സൂറത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. തേനീച്ച, അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നത് തേനീച്ചയെ കുറിച്ചല്ല, തേനീച്ചക്ക് നൽകിയ വഹീനെ കുറിച്ചാണ്. വൗഹാ റബ്ബുക ഇലൻ നഹ്ലി, നിന്റെ രക്ഷിതാവ് തേനീച്ചക്ക് ഇങ്ങനെ വഹി നൽകിയിരിക്കുന്നു. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ വഹി, ജീവികൾക്ക് നൽകിയ വഹി. ആ വഹീന്റെ സവിശേഷത മുഴുവനും ഈ ആയത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ആ വഹീനെ മനുഷ്യന്റെ ഹിദായത്തുമായി ബന്ധപ്പെട്ട വഹീനുമായി കണക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വൗഹാ റബ്ബുക ഇലൻ നഹ്ലി, ആ നഹ്ലിന് പടച്ചവൻ നൽകിയ വഹി. ആ വഹീനെ കുറിച്ച് പറഞ്ഞിട്ട് പടച്ചവൻ പറയാണ്, അനിത്തഖിദി മിൻ ജിബാലി ബുയൂതൻ വമിനശ് ശജരി വമിമ്മാ യഅ്രിശൂൻ. ആ വഹി എന്താണ്? നീ വീടുണ്ടാക്കണം. ആ വീട് എവിടെയൊക്കെ ഉണ്ടാക്കേണ്ടത്? ആ ഉണ്ടാക്കേണ്ട സ്ഥലം പറഞ്ഞു. മനുഷ്യർ വസിക്കുന്നിടത്ത്, അതേപോലെ തന്നെ വൃക്ഷങ്ങളിൽ, മലകളിലെല്ലാം നീ വീടുണ്ടാക്കുക. ഇവിടെ തേനീച്ചയോട് പടച്ചവൻ നൽകുന്ന വഹി, വീടുണ്ടാക്കാൻ വേണ്ടി നൽകുന്ന വഹി. ആ വഹീനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. തേനീച്ച ഉണ്ടാകുന്ന വീടിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. തേനീച്ച ഉണ്ടാകുന്ന വീട്, അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹണി ബി ഹൈ എന്ന് നമ്മൾ വിളിക്കുന്ന തേനീച്ചയുടെ കൂട്. ആ തേനീച്ചക്കൂട് അത്ഭുതകരമായി നിർമ്മിക്കപ്പെട്ടതാണ്. ആ തേനീച്ചക്കൂട് നിർമ്മിക്കാൻ തേനീച്ച ഉപയോഗിക്കുന്ന ജോമെട്രി, തേനീച്ച ഉപയോഗിക്കുന്ന മറ്റ് ശാസ്ത്രങ്ങൾ, ഇതെല്ലാം തേനീച്ചയുടെ 1 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള തലച്ചോറ്, ആ തലച്ചോറിൽ നമ്മൾ പറയുക 9,60,000-ഓളം വരുന്ന ന്യൂറോണുകൾ. ഈ ന്യൂറോണുകളിൽ തീർച്ചയായും നമുക്കറിയാം, നമ്മുടെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ ആ ന്യൂറോണുകളിൽ ജനിതക കോഡുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ രേഖ, അവിടെ പടച്ചവൻ നൽകുന്ന ഹിദായത്ത്, പടച്ചവന്റെ വഹി, ആ വഹി നമുക്ക് ക്ലിയർ ആണ്. ആ വഹിന്റെ സവിശേഷതകൾ ക്ലിയർ ആണ്. അതെന്താണ്? തേനീച്ച കൂട് നിർമ്മിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നത് എന്തിനെയാണ്? പിന്നെ ഏത് ജോമെട്രിക്കൽ ഷേപ്പാണ്? നമുക്കറിയാം, ഹെക്സഗൺ, ഷഡ്ഭുജം. ആ ഷഡ്ഭുജത്തിന്റെ സവിശേഷത ഉണ്ട്. ആ ഷഡ്ഭുജത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിൽ ടെസലേഷൻ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലവും നഷ്ടപ്പെടുത്താതെ 2 ജോമെട്രിക്കൽ ഷേപ്സ് ഒരുമിച്ച് വെക്കാൻ പറ്റുന്ന 3 ജോമെട്രിക്കൽ ഷേപ്സിനാണ്. ഒന്ന് റെക്ടാങ്കിൾ ആണ്, മറ്റൊന്ന് ട്രയാങ്കിൾ ആണ്, മറ്റൊന്ന് ഹെക്സഗൺ ആണ്. ഇതിൽ റെക്ടാങ്കിളിനും ട്രയാങ്കിളിനും ഇല്ലാത്തൊരു സവിശേഷത ഹെക്സഗൺ ഉണ്ട്. അതെന്താണ്? ഹെക്സഗണിന്റെ ടോട്ടൽ ഏരിയ, ആ ടോട്ടൽ ഏരിയ അത് മാക്സിമം കിട്ടും
അതിന്റെ പെരിമീറ്ററിന് ആപേക്ഷികമായി, അഥവാ ഹെക്സഗണിന്റെ പെരിമീറ്റർ, ആ പെരിമീറ്റർ എല്ലാ വക്കുകളുടെയും നീളത്തിന്റെ ടോട്ടലാണ് പെരിമീറ്റർ. ആ പെരിമീറ്റർ എത്രയാണോ ഉള്ളത്, ആ പെരിമീറ്റർ ഉപയോഗിച്ച് നമ്മളൊരു ട്രയാങ്കിൾ ഉണ്ടാക്കുകയാണെങ്കിലും ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കുകയാണെങ്കിലും, റെക്ടാങ്കിളിന്റെ വേറെ രൂപമാണല്ലോ സ്ക്വയർ, ഏതായിരുന്നാലും ഇതെന്തുണ്ടാക്കുകയാണെങ്കിലും ഈ ഹെക്സഗണിന്റെ അകത്തുള്ള അത്രയും വിസ്തീർണം കിട്ടൂല, ഏരിയ കിട്ടൂല. ഏരിയ ഏറ്റവും കൂടുതൽ കിട്ടുക ഹെക്സഗണിലാണെന്ന് അർത്ഥം. അത് എന്തുകൊണ്ടാണ് അത് പ്രാധാന്യം അർഹിക്കുന്നത്? ആ പ്രാധാന്യം അർഹിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ മെഴുകുപയോഗിച്ച് ഏറ്റവും കൂടുതൽ അറകൾ ഉണ്ടാക്കാൻ കഴിയുന്ന, ഏറ്റവും കൂടുതൽ തേനീച്ചകളെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന, ഏറ്റവും കൂടുതൽ തേൻ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ ലാർവകൾ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഷേപ്പാണത് എന്നുള്ളതാണ്. അവിടെ നമ്മൾ തേനിനെ കുറിച്ച് വാക്സിനെ കുറിച്ച് മനസ്സിലാക്കണം. 8 kg തേനിൽ നിന്നാണ് 1 kg വാക്സ് ഉണ്ടാക്കുന്നത്. അത്രയും അധികം അധ്വാനിച്ചിട്ടാണ് തേനീച്ച കൂടുണ്ടാക്കുന്നതെന്ന് അർത്ഥം. 8 kg തേനീച്ച ശേഖരിച്ച് എത്തിക്കണമെങ്കിൽ എത്രത്തോളം അധ്വാനമുണ്ട് എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞതുപോലെ ഒരു തേനീച്ചയുടെ ശരീരം മൊത്തത്തിലുള്ളത്, അതും തേൻ ശേഖരിക്കാൻ വേണ്ടി പോകുന്ന തേനീച്ച, അത് പെൺതേനീച്ചകളാണ്, പണിക്കാരെന്ന് വർക്കേഴ്സ് നമ്മൾ വിളിക്കുന്ന തേനീച്ചകൾ. ആ പെൺതേനീച്ചകൾക്ക് ഏകദേശം 80 മില്ലിഗ്രാമാണ് അതിന്റെ വലിപ്പം. മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 1 ഗ്രാമിന്റെ 1000-1. മില്ലിഗ്രാമാണ് അതിന്റെ ഭാരം. അപ്പൊ അത്രയും ചെറിയ തേനീച്ച അതിന്റെ ശരീരത്തിൽ ശേഖരിച്ച് കൊണ്ടുവരുന്നതാണ് തേൻ. ആ ശേഖരിച്ചിട്ട് അതിന്റെ സ്റ്റൊമക്കിലേക്ക് എടുത്തിട്ട് ആ സ്റ്റൊമക്കിൽ നിന്ന് ഛർദിച്ച് കളയുന്നതാണ് നമ്മൾക്ക് ലഭിക്കുന്ന ഹണി എന്ന് വിളിക്കുന്ന തേൻ. അത് നെക്ടാറാണ് ശേഖരിച്ചു കൊണ്ടുവരുന്നത്. അത് ഹണിയായി മാറുന്നത് അതിന്റെ സ്റ്റൊമക്കിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ്. ഏതായിരുന്നാലും ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഇവിടെ ഈ കൂട് വളരെ അധ്വാനിച്ച് തേനീച്ച നിർമ്മിക്കുമ്പോൾ വളരെ കൃത്യമായി, വളരെ ചുരുങ്ങിയ ഇതുപയോഗിച്ചുകൊണ്ട്, അഥവാ വളരെ കുറഞ്ഞ മെഴുകുപയോഗിച്ചുകൊണ്ട് മാക്സിമം എഫിഷ്യൻസി, ഇതാണ് അവിടെ തേനീച്ച ചെയ്യുന്നത്. അതിന് ഹെക്സഗൺ നിർമ്മിക്കുമ്പോൾ ആ ഹെക്സഗണിന്റെ അക്യുറസി അത്ഭുതകരമാണ്, പ്രിസിഷൻ അത്ഭുതകരമാണ്. അക്യുറസി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ഹെക്സഗൺ വരക്കണമെങ്കിൽ, ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ഉപകരണങ്ങൾ ആവശ്യമുണ്ട്. ആ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വരച്ച് അത് ആ വരച്ചുണ്ടാക്കി ആയിട്ടാണ് നമ്മൾ ഹെക്സഗൺ ഉണ്ടാക്കുക. അത് ആ രൂപത്തിലുള്ള ഷേപ്പിൽ ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ അതിനേക്കാൾ അധ്വാനമുണ്ട്. പക്ഷേ നൂറുകണക്കിന് ഹെക്സഗണുകൾ തേനീച്ച നിർമ്മിച്ചിട്ടും ആ നൂറുകണക്കിന് ഹെക്സഗണുകളിൽ തേനീച്ചക്ക് ഒരെണ്ണത്തിന് പോലും ഒരു കോണിന് വ്യത്യാസം വരാത്ത രൂപത്തിലുള്ള പ്രിസിഷൻ, അക്യുറസി. ഈ അക്യുറസി ഒരിക്കലും തേനീച്ചയുടെ എവല്യൂഷൻ വഴി ഉണ്ടാവുക സാധ്യമല്ല. എവല്യൂഷനായിട്ട് ബന്ധപ്പെട്ട വേറെ ചർച്ചകളിലേക്ക് പോകാൻ വേണ്ടിയല്ല ഞാനീ പറയുന്നത്. അവിടെ അക്യുറസി ഈ തേൻ നിർമ്മാണത്തിന് പറ്റുന്ന രൂപത്തിൽ തേനീച്ചയെ പാകപ്പെടുത്തിയ പടച്ചവൻ തന്നെ നൽകേണ്ടതാണ്.
ആ പടച്ചവൻ നൽകിയ ആ ഒരു പ്രോസസ്സിനെയാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത് വഹി നൽകിയത്. ഓരോന്നിലും ഈ തേനീച്ചയിടക്ക് നൽകിയ ഔഹാ റബ്ബുക്ക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ആ വഹിയിന്റെ കൃത്യത നമുക്ക് കാണാൻ പറ്റും. തേനീച്ചയുടെ ഓരോ വർത്തന ഈ ഖുർആനിൽ പറഞ്ഞ ഒന്ന് വീടുണ്ടാക്കല്, ഒന്ന് ഭക്ഷണം ശേഖരിക്കല്, ഒന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കല്, ഓരോന്നിലും 3 എണ്ണം തഖദി, കുലി, ഫസ്ലുക്കി ഖുർആൻ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളാണ്. ഇതിലെല്ലാം തേനീച്ച ഉപയോഗിക്കുന്ന രീതിശാസ്ത്രത്തിന്റെ പ്രിസിഷനും അക്യുറസിയും അത് ഭയങ്കരമായ ഒരു ബ്രെയിൻ വർക്ക് നടന്ന രൂപത്തിലാണ് നമുക്ക് തോന്നുക. തേനീച്ച ഇതെങ്ങനെ സൃഷ്ടിച്ച രീതി, അല്ലെങ്കിൽ കൂട്ടിൽ നിന്ന് തേനീച്ച തേൻ ശേഖരിക്കുന്ന രീതിയെല്ലാം അത്ഭുതകരാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ വഹയിന്റെ ആ കൃത്യതയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. ജന്തുലോകത്തെ വഹയിന്റെ കൃത്യതയെക്കുറിച്ച് പറയാം. തേനീച്ചയുടെ തേൻ ശേഖരണത്തിന് വേണ്ടി തേനീച്ച ഉപയോഗിക്കുന്ന രീതി, തേനീച്ചകളിലെ നേരത്തെ പറഞ്ഞ വർക്കേഴ്സിലെ ഫീമെയിൽ തേനീച്ചകളിലെ വർക്കേഴ്സിലെ ഒരു വിഭാഗം, വളരെ ചെറിയൊരു ടീം, ആ ഒരു ടീം സെർച്ചേഴ്സാണ്. അവർ പോയി തേൻ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചതിന് ശേഷം ഒരല്പം ശേഖരിച്ചിട്ട് അവർ വരും. ശേഖരിച്ച് വന്നിട്ട് അവര് ബാക്കിയുള്ള തേൻ ശേഖരിക്കാൻ വേണ്ടി പോകുന്ന കളക്ടേഴ്സ് ആയിട്ടുള്ള തേനീച്ചകൾക്ക്, വർക്കേഴ്സിന് അത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അതിനുശേഷം അതിനൊരു ഡാൻസ് ഉണ്ട്. ഡാൻസ് പല രൂപത്തിലാണ്. ഒന്ന് സർക്കുലാർ ഡാൻസ് ആണ്. സർക്കുലാർ ഡാൻസ് ആണ് തേനീച്ച നടത്തുന്നതെങ്കിൽ അതിന് മനസ്സിലാക്കാം, തേനീച്ചകൾ മനസ്സിലാക്കും ഒരു വളരെ അടുത്താണ് തേനിന്റെ ഈ നൽകിയ തേനിന്റെ സോഴ്സ് എന്ന്. അടുത്തെന്ന് പറയുമ്പോൾ ഒരു 100 മീറ്റർ വരെയുള്ള സ്ഥലം. അതേസമയം വാഗിൾ ഡാൻസ് എന്നറിയപ്പെടുന്ന ഡാൻസ് ആണെങ്കിൽ 8ന്റെ ഷേപ്പിലാണ് ഡാൻസ് എടുക്കുക. 8ന്റെ ഷേപ്പിൽ എന്ന് പറയുമ്പോൾ ഈ ഡാൻസ് ഇങ്ങനെ വിറച്ചിട്ടാണ് ചെയ്യുക. ആ വിറക്കൊരർത്ഥമുണ്ട്, ഷേപ്പിനൊരർത്ഥമുണ്ട്. ആ ഷേപ്പ് ഏത് ഡയറക്ഷനിലാണ് ഈ പറക്കുന്നത് എന്നുള്ളതിനൊരർത്ഥമുണ്ട്. ഈ അർത്ഥങ്ങളെല്ലാം ബാക്കിയുള്ള തേനീച്ചകൾ ഈ ഡാൻസിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അത് പുറപ്പെടണം. അവ കൂട്ടമായി പുറപ്പെടണം. പ്രിസിഷൻ നിങ്ങൾ നോക്കുക. അങ്ങനെ പുറപ്പെട്ടിട്ട് അവര് ഈ തേനീച്ചകൾ ശേഖരിച്ച തേനിന്റെ അതേ സ്ഥലത്തെത്തുകയാണ്. മറ്റൊരു വഴി കാട്ടാനില്ല. ഓല് പോയി വന്നിട്ട് റെസ്റ്റിലാണ്. ഇവിടെ പോകുന്ന ആളുകൾക്ക് കൊടുത്ത മെസ്സേജ് കൊടുത്തതിന് ശേഷം ഇവർ റെസ്റ്റിലാണ്. ഇവർ പോകുന്നു, ഇത് കണ്ടുപിടിക്കുന്നു. ഇത് ഒരു കാര്യം, ഇതേപോലെ ഒരുപാട് കാര്യം ഞാനിവിടെ പറയുന്നത്. ഖുർആൻ ജീവികൾക്ക് കൊടുത്ത വഹിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആ വഹി നൽകപ്പെട്ട ജീവിയായ ഖുർആൻ എടുത്തു പറയുന്ന ഒരു ജീവി, വളരെ ചെറിയ, നമ്മുടെ പരിഗണനയിൽ പോലും വരാൻ കഴിയാത്ത അത്രയും സൂക്ഷ്മമായ തലച്ചോറുള്ള ജീവി, ആ ജീവിക്ക് കൊടുത്ത വഹി അത് തെറ്റാത്ത രൂപത്തിൽ മുന്നോട്ട് പോകുന്ന വഹിയാണ്. ആ വഹി എത്രത്തോളം കൃത്യമാണ്. ആ ജീവിയുടെ ഓരോ ആവശ്യത്തിനും, ആ ജീവിക്ക് ഉള്ള എല്ലാ നന്മകൾക്കും അവിടെ ഒരിക്കലും തെറ്റാത്ത രൂപത്തിൽ വളരെ കൃത്യമായി വഴി കാണിച്ചിരിക്കുകയാണ് പടച്ചോൻ. ഹിദായത്ത് നൽകിയിരിക്കുകയാണ് പടച്ചോൻ. എന്ത് വഴി? വഹ്യ്. ആ വഴി ഒരിക്കലും അവക്ക് തെറ്റില്ല. ഇതേപോലെയല്ല മനുഷ്യന് നൽകിയ വഹി എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് ഉപോത്ബലകമായ രൂപത്തിലുള്ളതാണ്. ആ വഹിയിലെ അവസാനത്തതാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിൽ ബിയോണ്ട് സയൻസ് ആണെന്ന് നമ്മൾ പറയുമ്പോൾ സയൻസിന് നൽകാൻ കഴിയാത്ത, നേരത്തെ പീറ്റർ മെഡവറിനെ പോലെയുള്ള സയന്റിസ്റ്റുകൾ, ശാസ്ത്ര ദാർശനികന്മാരും ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞ
സയൻസിന് എത്താൻ കഴിയാത്ത വിഷയങ്ങളിലുള്ള ഉത്തരങ്ങൾ നൽകുമ്പോൾ ആ ഉത്തരങ്ങൾ തെറ്റാത്തതാകണമെങ്കിൽ കളങ്കരഹിതമായ വഹിയാകണം. കളങ്കമുണ്ടായാൽ അത് തെറ്റും. ഈ തേനീച്ചയെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു സർക്കിള് വരക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ വരക്കാൻ ശ്രമിച്ചാൽ, അതല്ലെങ്കിൽ ഒരു റെക്ടാങ്കുലർ ആയിട്ടുള്ള ഒരു കൂടുണ്ടാക്കാൻ ശ്രമിച്ചാൽ തേനീച്ചക്ക് കഴിയില്ല, അത് തെറ്റും. ഇതേപോലെ അവിടെ മനുഷ്യർക്ക് നൽകിയ വഹി, ആ വഹി മനുഷ്യർക്ക് ഹിദായത്തായി മാറണമെങ്കിൽ അത് കളങ്കരഹിതമാകണം. പടച്ചവൻ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതേപോലെ പ്യുവറായിട്ട് ലഭിക്കണം. അവിടെയാണ് ഖുർആൻ ബിയോണ്ട് സയൻസിലെ വിവരങ്ങൾ നൽകാൻ വേണ്ടിയുള്ള ഖുർആൻ, സയൻസിന് എത്തിച്ചേരാൻ കഴിയാത്ത വിഷയങ്ങളിലുള്ള വിവരങ്ങൾ നൽകാൻ വേണ്ടിയുള്ള ഖുർആൻ. ആ ഖുർആൻ ബിഫോർ സയൻസ് ആകുന്നത്, അഥവാ പിന്നെ ഖുർആൻ അത് മനുഷ്യരുടെ കൈകടത്തലുകളിൽ നിന്ന് മുക്തമാകുമ്പോൾ മാത്രമേ ഖുർആനിന് വഴി നടത്താൻ കഴിയൂ. അവിടെയാണ് ഖുർആൻ പറഞ്ഞത്, ഞാൻ എൻ്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഓതിയ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. പടച്ചവന്റെ അടുത്ത് നിന്നല്ലായിരുന്നു ഖുർആനെങ്കിൽ അതിൽ നിങ്ങൾക്ക് വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയുമായിരുന്നു, അബദ്ധങ്ങൾ കാണാൻ കഴിയുമായിരുന്നു. അവിടെ ഖുർആൻ പടച്ചവന്റെ അടുത്ത് നിന്നുള്ളതാണ്, മനുഷ്യരുടെ കൈകടത്തലിൽ നിന്ന് മുക്തമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. മനുഷ്യരുടെ കൈകടത്തലുകളിൽ നിന്ന് മുക്തമാണ് എന്ന് പറയുമ്പോൾ അതിനെ യഥാർത്ഥ വഹീനെ പ്രതിനിധീകരിക്കാൻ കഴിയും, അതിനെ മനുഷ്യർക്ക് കൃത്യമായി വഴി നടത്താൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ ബാക്കി ജീവജാലങ്ങളിലുള്ള നിർബന്ധിതമായ അവയുടെ ഹിദായത്തിന് നിദാനമായ വഹി അത് ഒരല്പം പോലും തെറ്റാതെ പോകുന്നത് കൊണ്ടാണ് അവക്ക് അവയുടെ അത്ഭുതകരമായ പ്രോസസ്സുകൾ നിർവഹിക്കാൻ കഴിയുന്നത്. ഇതേപോലെ മനുഷ്യന് പടച്ചവന്റെ അടുത്ത് നിന്ന് ലഭിക്കുന്ന വഹി അത് കൃത്യമാകണം. ആ കൃത്യമായിരിക്കും പടച്ചവന്റെ അടുത്തുള്ള വഹി, പക്ഷേ അത് മനുഷ്യരുടെ ഹിദായത്തിന് നിമിത്താകണമെങ്കിൽ കളങ്കരഹിതമാകണം. ആ കളങ്കരഹിതമായ ഒരേ ഒരു സ്രോതസ്സാണ് ഇന്ന് നിലനിൽക്കുന്ന ഖുർആൻ. ആ കളങ്കരഹിതമാണോ എന്ന് പരിശോധിക്കുവാൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരുപാട് മാനദണ്ഡങ്ങളിൽ ഒന്നുകൂടിയാണ് സയൻസ്. അവിടെയാണ് ഖുർആൻ ബിഫോർ സയൻസ് ആകുന്നത്. സയൻസിന് മുമ്പ്, അഥവാ ശാസ്ത്രം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആനെ പരിശോധനാ വിധേയമാക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന കാര്യം ലഭിക്കുന്നത്. അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിലെ വചനങ്ങൾ പരിശോധിച്ചു നോക്കുക. നേരത്തെ പറഞ്ഞ പടച്ചവന്റെ വഹയ്യിനുണ്ടാകുന്ന പ്രിസിഷൻ ഞാൻ പറഞ്ഞല്ലോ, തേനീച്ചയുടെ ഓരോ പ്രവർത്തനങ്ങളിലുള്ള പ്രിസിഷൻ അത് നമ്മൾ പിന്നെ കൂടിന് ഈ ഹെക്സഗൺ തെരഞ്ഞെടുത്തപ്പോൾ മുതൽക്ക് അത് നൽകുന്ന എന്തായിരുന്നു, ആരാ സംസാരിക്കണേ? അല്ല, അത് നൽകുന്ന ഈ മെസ്സേജുകൾ അത് കൈമാറ്റം ചെയ്യുന്ന രീതി വരെ അവിടെയെല്ലാമുള്ള അക്യുറസിയും പ്രിസിഷനും എന്തുകൊണ്ടാണ്? പടച്ചവൻ രേഖപ്പെടുത്തത് അനുസരിച്ച് മാത്രമാണ് അത് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ്. ഇതേ സംഭവം പടച്ചവന്റെ രേഖയനുസരിച്ചാണെങ്കിൽ പടച്ചവന്റെ വചനങ്ങൾക്ക് കളങ്കമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ പ്രിസിഷൻ ഖുർആനിലും കാണേണ്ടതാണ്. അവിടെയാണ് നമ്മൾ ശാസ്ത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ നോക്കുമ്പോൾ ആ പ്രിസിഷൻ നമുക്ക് മനസ്സിലാകുന്നത്, ഖുർആനിലെ അക്യുറസി മനസ്സിലാവുന്നത്. ഇവിടെ ഈ ആയത്തന്നെ നിങ്ങൾ എടുത്തു നോക്കുക, നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ്, പക്ഷെ എങ്കിലും ഞാൻ ആവർത്തിക്കുകയാണ് ആ സാഹചര്യത്തിൽ. ഇവിടെ
ക്രിയകളാണ് ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളത്. തേനീച്ചക്ക് നൽകിയ വഹിയുമായി ബന്ധപ്പെട്ട് 3 ക്രിയകൾ. ഒന്ന് ഫസ്ലുക്കി എന്ന ക്രിയ. ഒന്നാമത്തെ ക്രിയ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തഖദി എന്ന ക്രിയ. രണ്ടാമത്തേത് അവിടേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്നുള്ള, പിന്നെ അവിടെ അതേപോലെ തന്നെ അവിടെ നിർമ്മിച്ചു കൊള്ളുക എന്നുള്ള. അതേപോലെ തന്നെ രണ്ടാമത്തേത് കുലി എന്ന ക്രിയ, തിന്നുകൊള്ളുക എന്നുള്ള ക്രിയ. മൂന്നാമത്തേത് ഫസ്ലുക്കി എന്ന ക്രിയ, അങ്ങോട്ട് കടന്നു കൊള്ളുക, അവിടേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്നുള്ള ക്രിയ. ഇവിടെ ഈ 3 ക്രിയയും ഖുർആൻ ഉപയോഗിക്കുമ്പോൾ ഖുർആനിന്റെ അക്യുറസി നമുക്ക് മനസ്സിലാവുകയാണ്. അതെന്താ? കുലി എന്ന് പറഞ്ഞാൽ പെണ്ണിനോട് തിന്നാൻ പറയുമ്പോൾ മാത്രമാണ് കുലി എന്ന് പറയുള്ളൂ. ആണിനോടാണ് തിന്നാൻ പറയുന്നതെങ്കിൽ അറബി ഭാഷയിൽ കുൽന പറയാം. അപ്പോ ഇവിടെ സ്ത്രീയോടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്ന ഈ വഹിയ മുഴുവനും പെൺതേനീച്ചക്കുള്ളതാണ്. പെൺതേനീച്ചക്കുള്ളതാണ് വഹി. അല്ലെങ്കിൽ തീർച്ചയായും കുൽനാണെന്ന് പറയേണ്ടത്, തഖന്നാണ് പറയേണ്ടത്, ഫസ്ലുക്ക് എന്നാണ് പറയേണ്ടത്. കുലി എന്നും തഖദി എന്നും ഫസ്ലുക്കി എന്നും പറയുമ്പോൾ പെണ്ണിനോടാണ് ഈ വഹി പടച്ചോൻ നൽകുന്നത്. ആ പെണ്ണ് ഫീമെയിലാണ് ഈ തേനീച്ചക്കൂട്ടിലെ ഈ വഹി ലഭിക്കുന്ന ജീവികൾ എന്ന വളരെ കൃത്യമായ ആശയമാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ഖുർആന്റെ പ്രിസിഷനാണത്, ഖുർആന്റെ കൃത്യതയാണ്, ഖുർആന്റെ അക്യുറസിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് തന്നെ ഇവിടെ തേനീച്ചക്കൂട് പരിശോധിക്കുന്ന ആളുകൾക്കെല്ലാം കാണാൻ കഴിയുന്നതാണ് തേനീച്ചക്കൂട്ടില് ഒരു റാണി ഉണ്ട് എന്നുള്ളത്. ആ റാണിയെ കുറിച്ച് പഴയ ഗ്രീക്ക് ഫിലോസഫേഴ്സ് മുതൽ പറഞ്ഞു പോന്നിട്ടുണ്ട്. അരിസ്റ്റോട്ടലിനെ പോലെയുള്ള ആൾക്കാർ അവർ ആ റാണിയെ കുറിച്ച് പറഞ്ഞ കിങ് എന്നാണ്. എന്തിനധികം നമ്മുടെ ഷേക്സ്പിയറിന്റെ നാടകങ്ങളിൽ പോലും ഈ തേനീച്ചക്കൂട്ടിലെ നേതാവ് പരാമർശിക്കുന്നതാണ്. കിങ്ങും സോൾജിയേഴ്സും ആണ്. തേനീച്ചക്കൂട്ടിൽ നിന്ന് പുറത്തു വരുന്ന സോൾജിയേഴ്സ്, ആ സോൾജിയേഴ്സ് പുറത്തു വരുന്നത് എപ്പോഴും പെൺതേനീച്ചകളാണ്. വർക്കേഴ്സ് നമ്മൾ വിളിക്കുന്നവർ. ആൺതേനീച്ചകൾ അഥവാ പിന്നെ മെയിൽ ജെൻഡർ ആയിട്ടുള്ള ജീവികൾ, അവക്കാകെയുള്ളൊരു പർപ്പസ് റീപ്രൊഡക്ഷൻ മാത്രമാണ് തേനീച്ചക്കൂട്ടിൽ, തേനീച്ചയുടെ ആ സമൂഹത്തിൽ. അതേസമയം പെൺതേനീച്ചകൾ ഓവറിയുള്ള തേനീച്ചകൾ. എന്നാൽ ഓവറിക്ക് വേണ്ട രൂപത്തിൽ റീപ്രൊഡക്ഷൻ ആവശ്യമായ വികാസമില്ലാത്ത തേനീച്ചകൾ. ഓവർ റീപ്രൊഡക്ഷൻ ആവശ്യമായ വികാസമുള്ള തേനീച്ച ഒരു കൂട്ടിൽ ഒന്നേ ഉണ്ടാവുള്ളൂ. അതാണ് റാണി, നമ്മളിപ്പോ ക്യൂൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പണികളെല്ലാം എടുക്കുന്നത് ജെൻഡർപരമായി പറഞ്ഞാൽ പെൺതേനീച്ചകളാണ്. പെൺതേനീച്ചകളാണ് കൂടുണ്ടാക്കുന്നത്, പെൺതേനീച്ചകളാണ് തേൻ ശേഖരിക്കുന്നത്, പെൺതേനീച്ചകളാണ് കൂടിനെ സംരക്ഷിക്കുന്നത് എല്ലാം. ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് വഹീനെ കുറിച്ച് പറഞ്ഞ പരിശുദ്ധ ഖുർആൻ, തേനീച്ചക്ക് പടച്ചവൻ നൽകുന്ന വഹീനെ കുറിച്ച് പറഞ്ഞ പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ ഇവിടെ സയൻസ് ഒന്നുമല്ല പറയണത്. പക്ഷേ അവിടെ ഖുർആനിൽ വഹീനുണ്ടാകേണ്ട ജീവികളുടെ വഹിയിൽ നമ്മൾ കാണുന്ന, ജീവികൾക്ക് കൊടുത്ത വഹിയിൽ കാണുന്ന അതേ അക്യുറസിയും അതേ പ്രിസിഷനും നമ്മൾ ഇവിടെ കാണുന്നു. ഇവിടെ പെൺതേനീച്ച എന്ന് ഖുർആൻ പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും പെൺതേനീച്ചയോടാണ് ഈ കൽപ്പനകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് കാണാൻ കഴിയുക. ഞാൻ സൂചിപ്പിച്ചതുപോലെ 1669 ജാൻ സോമർഡാം എന്ന സയന്റിസ്റ്റ് ആണ്, ഡച്ച് സയന്റിസ്റ്റ് ആണ്,
ഈ ഒരു തേനീച്ചയുടെ അന്ന് അങ്ങനെ മൈക്രോസ്കോപ്പ് ഇപ്പോഴത്തെ രൂപത്തിലല്ല, വളരെ പ്രിമിറ്റീവായ മൈക്രോസ്കോപ്പുകൾ ഉണ്ടായി വരുന്ന ഒരു കാലമാണ്. എന്താണ് അദ്ദേഹം തേനീച്ചയുടെ ജെൻഡർ പരിശോധിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ തേനീച്ച ഈ 3 തരം തേനീച്ചകളെയും പരിശോധിക്കുകയും അങ്ങനെ ഈ തേനീച്ച പിന്നെ പെൺതേനീച്ചയാണ് വർക്കേഴ്സ് എന്ന് വിളിക്കുന്ന തേനീച്ചകൾ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ട് ലോകത്തോട് പറഞ്ഞത് 1699. എന്നാൽ അതിനും ശേഷം വളരെ വളരെ ശേഷം 1940-കളിലാണ് വോൺഫ്രിഷ് എന്ന ശാസ്ത്രജ്ഞൻ, കാൾ വോൺഫ്രിഷ് എന്ന ശാസ്ത്രജ്ഞൻ, അദ്ദേഹം തേനീച്ചകളെ കുറിച്ച്, തേനീച്ചകളുടെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച്, അവ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയത് കൂടുതൽ കൃത്യമായി ശാസ്ത്രീയം എന്ന് നമ്മൾ ഇന്ന് പറയുന്ന രൂപത്തിൽ തന്നെ ഈ തേനീച്ചകളുടെ ജെൻഡറിനെ കുറിച്ചുള്ള കൃത്യമായ പ്രബന്ധങ്ങൾ മുന്നോട്ട് വെക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുകയും ചെയ്തു. ഞാൻ പറയുന്നത് ഇവിടെ ശാസ്ത്രത്തിന് പഠിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല ഖുർആൻ. പക്ഷേ ശാസ്ത്രത്തിന് എത്താൻ കഴിയാത്ത, മനുഷ്യന് വഹി ആവശ്യമുള്ള, പുറത്തുനിന്നുള്ള വഹി ആവശ്യമുള്ള, ആ വഹി ആവശ്യമുള്ള ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിലേക്ക് ഉള്ള ഗൈഡൻസ് ആണ് ഖുർആൻ, അല്ലെങ്കിൽ വഹിയാണ് ഖുർആൻ. ആ ഖുർആൻ ആ വഹിയിന്റെ ദൗത്യം നിർവഹിക്കുക മാത്രമല്ല, ആ ജീവികൾക്കിടയിലുള്ള വഹിയിന്റെ പ്രിസിഷനും അക്യുറസിയും, ആ അക്യുറസിയും ലോകത്തിന് മുന്നിൽ പറഞ്ഞ് മനസ്സിലാക്കി തരികയും അതോടൊപ്പം തന്നെ ഖുർആൻ ഈ പ്രയോഗങ്ങളെല്ലാം നടത്തുമ്പോൾ ആ പ്രിസിഷൻ പാലിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഖുർആനിലെ അത്ഭുതം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ മാനവർക്ക് മുഴുവനുമുള്ള മാർഗദർശനവും കളങ്കരഹിതമായ വഹിയുമാണ് എന്നതുകൊണ്ടാണ് അത് സ്വീകാര്യമാണ് എന്ന് നമ്മൾ പറയുന്നത്. ഖുർആൻ ദൈവികമാണ് എന്നും അത് മാർഗദർശകമാണ് എന്നുമുള്ളത് കേവലം മുസ്ലിങ്ങളുടെ, മറ്റു മതവിശ്വാസികളെ പോലെയുള്ള ഒരു അവകാശവാദമല്ല, മറിച്ച് അത് വളരെ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള, ഖുർആനിനെ തന്നെ സ്വയം സ്ഥാപിക്കാൻ കഴിയുന്ന കൃത്യമായ വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ പഠനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതി മാത്രമായ സയൻസ്, ആ സയൻസിന് സയൻസിൻ്റെതായ ഏരിയാസ് ഉണ്ട്. ആ ഏരിയകളിൽ സയൻസ് മുന്നോട്ട് പോകും. പക്ഷേ സയൻസിന് എത്തിപ്പാടക്കാരാൻ പറ്റാത്ത ഏരിയ ഉണ്ട് മനുഷ്യന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട്. ആ ഏരിയകളിൽ ആൻസർ തീർച്ചയായും കൃത്യമാകണം, അതല്ലെങ്കിൽ അത് വലിയ നാശത്തിനാണ് നിമിത്തമാവുക. അങ്ങനെ കൃത്യമാകണം എന്നുള്ളത് ബാക്കി ജീവികൾക്കെല്ലാം അവക്കാവശ്യമായ മാർഗദർശനം വഹിയ മൂലം നൽകിയ പടച്ചവൻ, ആ വഹിയെ മനുഷ്യനും പടച്ചവൻ നൽകിയിട്ടുണ്ട്. പക്ഷെ അത് കളങ്കപ്പെടുത്തപ്പെട്ടു. ആ കളങ്കം ഇല്ലാത്ത രൂപത്തിലുള്ള വഹിയെ പരിശുദ്ധ ഖുർആനാണ്. ആ പരിശുദ്ധ ഖുർആൻ കളങ്കരഹിതമാണ് എന്നതിനുള്ള കൃത്യമായ ഒരു യാഡ് സ്റ്റിക്കും നമ്മള് സയൻസായും യാഡ് സ്റ്റിക്കുകളിലൊന്നും സയൻസ് ആകും എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഇവിടെയാണ് നമ്മുടെ തലക്കെട്ട് പ്രസക്തമാകുന്നത്. ഖുർആൻ നമുക്ക് നൽകുന്നത് ശാസ്ത്രത്തിന് അതീതമായ വിജ്ഞാനങ്ങളാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങൾ മുഴുവനും ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് പരിശോധിച്ചാൽ ഖുർആൻ ദൈവികമല്ലാത്തൊരു വചനമെങ്കിലും ഖുർആൻ കടന്നു വരാൻ ഒരു സാധ്യതയുമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് രണ്ടും ഒരേപോലെ പരാമർശിക്കുന്ന, രണ്ടിനും ഒരേപോലെ ഉദാഹരിക്കാൻ കഴിയുന്ന ഈ പ്രാണികളെ കുറിച്ചുള്ള പരിശുദ്ധ ഖുർആനിലെ, അഥവാ പ്രാണികളിൽ തന്നെ തേനീച്ചയെ കുറിച്ചുള്ള പരിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചത്. ഇതേപോലെ തന്നെ ഖുർആനിൽ ഏത് വിഷയത്തിലുള്ള പരാമർശങ്ങളിലും ഈ കൃത്യതയും സൂക്ഷ്മതയും കാണാൻ കഴിയും. അത് ദൈവികമാണ് എന്നതിനുള്ള തെളിവാണത്. അതുകൊണ്ട് തന്നെ ഈ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യേണ്ടത് മനുഷ്യരുടെ മുഴുവൻ ഉത്തരവാദിത്വമാണ്. അങ്ങനെ ജീവിക്കാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഖുർആൻ
പഠിക്കാനും മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും എല്ലാം വേണ്ടിയുള്ള ഒരു പ്രൊഫഷണലുകളുടെ കൂട്ടായ്മയാണ് പ്രൊഫക്സൽ. അതിന്റെ 2ാമത്തെ എഡിഷൻ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഒക്ടോബർ മാസം 12-ാം തീയതി കോഴിക്കോട് ക്യാപ്കോൺ സിറ്റിയിൽ വെച്ച് നടക്കുന്നു. നിങ്ങൾക്കറിയാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു പ്രൊഫക്സലിൽ പങ്കെടുക്കുകയും അത് അർത്ഥവത്താക്കുകയും അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തെ എല്ലാം തന്നെ നിങ്ങൾ പ്രൊഫഷണൽ ലൈഫിൽ എക്സൽ ചെയ്യുന്നത് പോലെ പിന്നെ നിങ്ങളുടെ ഈ ഒരു എക്സലൻസ് തീർച്ചയായും അതിനെ ഇബാദത്താക്കി മാറ്റാൻ, അത് യഥാർത്ഥത്തിൽ ഇഹ്സാനാക്കി മാറ്റാൻ, അങ്ങനെ ഈ ഇഹലോക ജീവിതത്തിൽ നമുക്ക് കൃത്യമായ ഗൈഡൻസോടുകൂടി മുന്നോട്ട് പോകാൻ, അതോടൊപ്പം മരണാനന്തര ജീവിതത്തിൽ പടച്ചവന്റെ അനുഗ്രഹിക്കപ്പെട്ടവർക്കുള്ള സ്വർഗലോകം സമ്മാനമായി ലഭിക്കുവാൻ നമുക്കെല്ലാം ഉള്ള ഒരു മാർഗദർശനത്തിന് വേണ്ടിയാണ് ഈ കൂട്ടായ്മയുണ്ടാകുന്നത്. ഈ പ്രൊഫക്സൽ എന്ന കൂട്ടായ്മ, പ്രൊഫക്സൽ എന്ന സമ്മേളനം. പക്ഷെ അതെല്ലാവരും നിങ്ങളും നിങ്ങളോടൊപ്പമുള്ളവരും നിങ്ങളുടെ ഈ പ്രൊഫഷണൽ രംഗത്തെ സുഹൃത്തുക്കളെയും എല്ലാം പങ്കെടുപ്പിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു വഴിത്തിരിവാക്കാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.